10 പ്രധാന വാർത്തകളിലേക്ക്. UK മാന്ദ്യത്തിൽ നിന്ന് കരകയറിയതായുള്ള ഔദ്യോഗിക കണക്കുകൾ പുറത്ത്. 2024 ആദ്യപാദത്തിൽ GDP 0.6% ഉയർന്നതിനാൽ ഈ വർഷം സമ്പദ്വ്യവസ്ഥ സാവധാനത്തിൽ വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ചൂടിൽ വെന്തുരുകി ബ്രിട്ടനും. വെള്ളിയാഴ്ച ലണ്ടനിൽ രേഖപ്പെടുത്തി 25 ഡിഗ്രി സെൽഷ്യസ് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ താപനിലയാണെന്ന് മെറ്റ് ഓഫീസ്. US പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പിനിടെ ഇസ്രയേൽ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന പ്രസ്താവനയുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ആവശ്യമെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് നഖങ്ങൾ കൊണ്ടുവേണമെങ്കിലും പോരാടുമെന്ന് നെതന്യാഹു പറഞ്ഞു. മിഖായിൽ മിഷിസ്റ്റിൻ വീണ്ടും റഷ്യൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. മിഖായിൽ മിഷിസ്റ്റിനെ വീണ്ടും റഷ്യൻ പ്രധാനമന്ത്രിയായി നിയമിച്ചത് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. വിസ്താരം നിർത്തിവെക്കണമെന്ന അഭ്യർത്ഥന. വിചാരണയ്ക്കിടെ കോടതിയിൽ നിന്ന് ക്ഷുഭിതനായി ഇറങ്ങിപ്പോയി US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഔറംഗസേബിനെ കുഴിച്ചുമൂടിയ മഹാരാഷ്ട്രക്കാർക്ക് മോദി ഒന്നുമല്ലെന്ന പരാമർശം വിവാദത്തിൽ. ഇതിന് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച കോടതി. ജൂൺ 1 വരെയാണ് അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്ര പോയത് തന്നെ അറിയിക്കാതെ എന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഈ വിവരം അറിയിച്ചതിന് മാധ്യമങ്ങൾക്ക് നന്ദിയെന്നും അദ്ദേഹം പറഞ്ഞു. KPCC അംഗം KV സുബ്രഹ്മണ്യനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരെ പ്രവർത്തിച്ചതായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് പുറത്താക്കൽ നടപടി. IPL ചെന്നൈക്കെതിരെ ഗുജറാത്തിന് 35 റൺസ് ജയം. സെഞ്ചുറിയുമായി നിറഞ്ഞാടി ഗില്ലും സായിയും. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.